ദിവസം പുറത്തുവന്ന 2025 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നേരിയ തോതിലെങ്കിലും നില മെച്ചപ്പെടുത്തിയ തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് ശരിയുമാണ്. എന്നാൽ നമുക്ക് ആശ്വസിക്കാവുന്ന മുന്നേറ്റം ഈ പട്ടികയിൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ? പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് 2025 ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ട് പുറത്തു വന്നത്. 123 രാജ്യങ്ങളുള്ള പട്ടികയിൽ 102ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. മുൻ വർഷം ഇത് 105 ആയിരുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് വിലയിരുത്താം. എന്നാൽ കഴിഞ്ഞ വർഷം 127 രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ നമുക്കുണ്ടായ മുന്നേറ്റം അത്ര വലിയ സന്തോഷത്തിന് വക നൽകുന്നതല്ല. മാത്രമല്ല, പട്ടികയിലെ നില നേരിയ തോതിൽ മെച്ചപ്പെട്ടെങ്കിലും ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോഴും അതീവ ഗുരുതരമായി പട്ടിണി ബാധിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ്. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിനും നേപ്പാളിനും താഴെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ സ്ഥാനം എന്നതും നമുക്ക് അഭിമാനിക്കാൻ വക നൽകുന്നതല്ല. നേരത്തെ ആഭ്യന്തര കലാപമുണ്ടായ ശ്രീലങ്കയും ഈ പട്ടികയിൽ ഇന്ത്യയേക്കാൾ ഏറെ മുന്നിലാണ്. 105ാം സ്ഥാനത്തുള്ള പാകിസ്ഥാനും 109ാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും മാത്രമാണ് ഈ പട്ടികയിൽ ഇന്ത്യക്ക് പിന്നിലുള്ള അയൽ രാജ്യങ്ങൾ. 25.8 ആണ് ഇന്ത്യയുടെ ഈ വർഷത്തെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ ഉൽപ്പാദകരിൽ ഒന്നായിട്ടും തുടർച്ചയായ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും മോശം സ്ഥാനങ്ങളിൽ തുടരുന്നത് മോദി സർക്കാരിനെതിരെ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ അസന്തുലിതമായ ഭക്ഷ്യവിതരണമാണ് തുടർച്ചയായുള്ള ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇക്കാരണത്താലാണ് കുട്ടികളിലെ പോഷകാഹാരക്കുറവും ഉയർന്ന മാതൃമരണ നിരക്കുമെല്ലാം ഇന്ത്യയിൽ ഉണ്ടാകുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനസംഖ്യാ വർധനവും പട്ടിണി സൂചികയിലെ ഇന്ത്യയുടെ മോശം അവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയുടെ GHI സ്കോർ 17.8 എന്ന മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന രാജ്യങ്ങളുടെ കാറ്റഗറിയിലായിരുന്നുമില്ല ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ഇന്ത്യ ആഗോള പട്ടിണി സൂചികയിൽ 100ൽ താഴേക്ക് പതിച്ചത്. 100ൽ താഴെയുള്ള രാജ്യങ്ങളെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആഗോള പട്ടിണി സൂചികയെ ഇതുവരെയും ഔദ്യോഗികമായി ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. നേരത്തെ പാർലമെന്റിലടക്കം സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ പട്ടികയുടെ കാര്യത്തിലും ഇന്ത്യ സർക്കാരിന്റെ വാദം ഇതുതന്നെയാണ്. ഈ പട്ടികയിലെ വിവരങ്ങൾ യഥാർത്ഥ ഇന്ത്യയുമായി ഒത്തുപോകുന്നതല്ല എന്നാണ് സർക്കാരിന്റെ വാദം. അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് മുഖവിലേക്ക് എടുക്കരുതെന്നും ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു. ഈ പട്ടിക തയ്യാറാക്കുന്നതിനായി എടുത്തിട്ടുള്ള സൂചകങ്ങൾ തെറ്റാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ്, കുട്ടികളിലെ ക്ഷീണം, മരണനിരക്ക് ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിണി നിരക്ക് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ പട്ടിണി മാത്രമല്ല ഈ അവസ്ഥകൾക്ക് കാരണമെന്നും കേന്ദ്ര സർക്കാർ വാദിക്കുന്നുണ്ട്. ജനിതകവും പാരിസ്ഥിതികവുമായ കാരണങ്ങളാലും കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നാണ് സർക്കാർ പറയുന്നത്. ആഗോള പട്ടിണി സൂചികയെ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിലും രാജ്യത്തെ പൗരന്മാരുടെ പട്ടിണി മാറ്റുന്നതിനായുള്ള വിവിധ പദ്ധതികൾ രാജ്യം നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയും അംഗനവാടികൾ വഴിയുള്ള പോഷകാഹാര വിതരണവുമെല്ലാം ഈ പദ്ധതികളുടെ ഭാഗമാണെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. സൊമാലിയാണ് ഈ പട്ടികയിലെ ഏറ്റവും പിറകിലുള്ള രാജ്യം. പതിറ്റാണ്ടുകളായി തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങളും വരൾച്ചയുമെല്ലാം തുടർച്ചയായി സൊമാലിയ ഈ സ്ഥാനത്ത് തുടരുന്നതിന് കാരണമാകുന്നു. തെക്കൻ സുഡാൻ, കോങ്കോ, മഡഗാസ്കർ, ഹെയ്ത്തി, ചാഡ്, നൈജർ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, നൈജീരിയ, പാപ്പുവ ന്യൂഗിനിയ തുടങ്ങിയവയാണ് ഏറ്റവും പിറകിലെ മറ്റു രാജ്യങ്ങൾ. ഇവയിൽ മഹാഭൂരിഭാഗവും ആഫ്രിക്കൻ രാജ്യങ്ങളാണ്.